ഹായ് ഹലോ പ്രിയ പ്രേക്ഷകർക്ക് ഫ്രെയിം ടു ഫ്രെയിമിലേക്ക് സ്വാഗതം. ഞാൻ സാബു സർഗം. മലയാള സിനിമയിലെ പുതിയ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തത് മുതൽ ചൂടുപിടിച്ച വർത്തമാനങ്ങൾ മലയാളികൾക്കിടയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ചൂടുപിടിച്ച കാര്യങ്ങൾ എന്ന് വാർത്താ മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാനും കഴിയും, കേൾക്കാനും കഴിയും. എന്താണത്? എന്താണ് പ്രശ്നം? എമ്പുരാന്റെ വിധി എഴുതുന്നത് രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ആരാണ്? മലയാളികൾ ഒന്നടങ്കം ചോദിക്കുന്നു, എവിടെയാണ് പിഴച്ചത്? ഇതിനെല്ലാം ഉത്തരങ്ങൾ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇതാ 17 കടും വെട്ട് വെട്ടുന്നു. സെൻസർ ചെയ്യുന്ന സിനിമയിൽ 17 ഭാഗങ്ങൾ വെട്ടിയിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ 17 വെട്ടുകൾ എന്താണ്? സ്ത്രീകളോടുള്ള അപമര്യാദയായി പെരുമാറുന്ന സീനുകളും രാഷ്ട്രീയമായി ഹിന്ദുത്വം വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള സംഭാഷണ ശകലങ്ങളും ഒക്കെയാണ് ഈ സിനിമയിൽ നിന്ന് വെട്ടിമാറ്റിയിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ സിനിമയിൽ ഇതിനു മുമ്പ് പല സിനിമകളിലും മതത്തെക്കുറിച്ചോ ജാതിയെക്കുറിച്ചോ വർഗത്തെക്കുറിച്ചോ ഒക്കെ വരുന്ന സിനിമകളിൽ സെൻസർ ബോർഡ് കൃത്യമായി ഇടപെട്ടിരുന്നു. മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്, പൊന്മുട്ടയിടുന്ന തട്ടാൻ എന്ന് പറയുന്ന സിനിമ, ആ സിനിമയുടെ ടൈറ്റിൽ മാറ്റി പൊന്മുട്ടയിടുന്ന താറാവ് എന്നാക്കി മാറ്റി. ഒരു പ്രത്യേകതരം ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ സ്വർണ്ണപ്പണി ചെയ്യുന്ന അവരെ കളിയാക്കിക്കൊണ്ടാണ് ആ പേര് ഇട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആ സിനിമയുടെ പേര് മാറ്റിയ ഒരു ചരിത്രമുണ്ട് മലയാള സിനിമയ്ക്ക്. അതുപോലെ നമ്മുടെ കൊച്ചു ഡോക്ടർ എന്ന് പറയുന്ന സിനിമയിൽ പ്രത്യേകതരം ചില രംഗങ്ങൾ ഒഴിവാക്കിയതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ചെറിയ പ്രായത്തിൽ. ഇപ്പോൾ ഇവിടെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിൽ 17 വെട്ട് വെട്ടിയിരിക്കുന്നു എന്ന് പറയുന്നു. ഇത് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ പ്രേരണ മൂലമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് നിർമ്മാതാക്കളുടെ റിക്വസ്റ്റ് കൊണ്ടാണ് ഒരു സെൻസറിങ് വേണ്ടി വരുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ സെൻസറിങ് കഴിഞ്ഞ സിനിമ ഈ ആഴ്ച പുറത്തേക്ക് ഇറങ്ങും എന്നാണ് പറയുന്നത്. സാങ്കേതികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ സെൻസറിങ് കൊണ്ട് സിനിമയ്ക്കുണ്ടാവും. കാരണം പല ഭാഗങ്ങളും ഈ സിനിമ ഫൈനലി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, അവസാനത്തെ മിക്സിങ് കഴിഞ്ഞ് ലാസ്റ്റ് പ്രിന്റ് പുറത്തിറങ്ങുമ്പോൾ അതിൽ കത്തിവെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ റീസെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് റീമ്യൂസിക്കിലായിരുന്നാലും ഡബിങ്ങിലായിരുന്നാലും സിനിമയുടെ മറ്റ് ഘടനകളിലായിരുന്നാലും ചിലപ്പോൾ ഒരുപാട് പണികൾ എടുക്കേണ്ടി വരും. അപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ 2 ദിവസം കൊണ്ട് 100 കോടി ക്ലബിൽ കയറി എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. 2 ദിവസം കൊണ്ട് 100 കോടി ക്ലബിൽ കയറിയാൽ മാത്രം പോരാ, 200 കോടിയിലധികം സിനിമ നിർമ്മിക്കുവാനായി നിർമ്മാതാക്കൾ മുടക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ 100 കോടി രൂപ കളക്ഷൻ വന്നാൽ, 100 കോടി ക്ലബിൽ കയറിയാൽ പ്രൊഡ്യൂസർക്ക് ഷെയർ വരുന്നത് 30 കോടിയായിരിക്കും. ബാക്കി 70 കോടി രൂപ വിവിധ സ്ഥലങ്ങളിലാക്കി ഷെയർ പോവും. അപ്പോൾ അതുകൊണ്ട് ഇത് 500 കോടി ക്ലബിലെങ്കിലും കയറിയാലേ ഒരു നിശ്ചിത തുക നിർമ്മാതാക്കൾക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് 100 കോടിയോ 200 കോടിയോ 300 കോടിയോ ക്ലബിൽ കയറിയാൽ മാത്രം പോരാ എമ്പുരാൻ. കാരണം ഈ സിനിമ നിർമ്മിക്കുവാനായി അത്രയും കോടി രൂപ മുടക്കി കഴിഞ്ഞു നിർമ്മാതാക്കൾ. പ്രശസ്ത നിർമ്മാതാവായ ശ്രീ സുരേഷ് കുമാർ ഈ അടുത്ത ദിവസങ്ങളിൽ സിനിമയിൽ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു, ഇവിടെ ഏത് സിനിമയാണ് ഈ കാലഘട്ടത്തിൽ നല്ലൊരു ലാഭം, കോടികൾ ലാഭം നെയ്ത ഏത് സിനിമയാണ്? അദ്ദേഹം അതിന് കൃത്യമായിട്ട് കണക്കുകൾ നിരത്തിയാണ് നമുക്ക് മുന്നിൽ അതിന്റെ ഓരോ കാര്യങ്ങളും അവതരിപ്പിച്ചത്. എന്തായിരുന്നാലും അദ്ദേഹം പറഞ്ഞ വസ്തുതകൾ ശരിവെക്കുന്ന തരത്തിലാണ് നമ്മൾ സിനിമയുടെ ഓരോ കളക്ഷൻ റിപ്പോർട്ടും നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. 5 കോടിയും 7 കോടിയും രൂപ മുടക്കുന്ന സിനിമകൾ 1 കോടിയും 30 ലക്ഷവും വരെ കിട്ടുന്ന അവസ്ഥകൾ കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ട കണക്കുകൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. അപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ, 200 കോടിയിലധികം മുടക്കിയ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിൽ 500 കോടിയിൽ പരം
രൂപ തിയേറ്റർ ഗ്രോസ് കളക്ഷൻ കിട്ടിയാൽ മാത്രമേ പ്രൊഡ്യൂസേഴ്സ് എന്തെങ്കിലും ലാഭം വരാൻ സാധ്യതയുള്ളൂ. അതുപോലെ ഈ സിനിമ ഇറങ്ങിയ ടൈം മുതൽ ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ്, ചില രാഷ്ട്രീയ കക്ഷികളെ ഉന്നം വെച്ചുകൊണ്ടാണ് ഈ സിനിമ പുറത്തിറങ്ങിയിട്ടുള്ളതെന്ന്. നമുക്കറിയാം, ഈ വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ പത്രങ്ങളിൽ വരുന്ന കാർട്ടൂണുകൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ വരെ അതില് ഇപ്പുറം നോക്കുകയാണെങ്കിൽ EK നായനാർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്നെ വരച്ച് കോമഡി കാണിക്കുന്ന കാർട്ടൂണുകൾ ഞാൻ ആസ്വദിക്കാറുണ്ട്. ശ്രീ K കരുണാകരൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്നെ വരയ്ക്കുന്ന കാർട്ടൂണിസ്റ്റുകളെ ഞാൻ അഭിനന്ദിക്കുന്നുണ്ട്, അതിലെ ഹാസ്യം, അതിന്റെ നർമ്മരസം ഞാൻ ആസ്വദിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ആരാണ്, ഏത് മനുഷ്യരാണ്, ഏത് വ്യക്തിയാണ് സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒരു കലാകാരന്റെ ആവിഷ്കാരത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഇവിടെ ആരാണ് സംസാരിക്കേണ്ടത്? രാഷ്ട്രീയ കക്ഷിയാണോ? ഈ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ജനങ്ങളാണ് രാഷ്ട്രീയത്തിന്റെ നെടും തൂണുകൾ, ഇരുമ്പ് കോട്ടകൾ ജനങ്ങളാണ്. അപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് ദയവ് ചെയ്ത്. രാഷ്ട്രീയ പാർട്ടികൾ ഒരു കലാ സൃഷ്ടിയെ തള്ളിപ്പറയരുത്. ഞങ്ങളെ വിരൽ ചൂണ്ടി. നമുക്കറിയാം, ഇതിനു മുമ്പ് അരുൺകുമാർ അരവിന്ദ് സംവിധാനം ചെയ്ത മുരളി ഗോപി സ്ക്രിപ്റ്റ് എഴുതിയ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന സിനിമ ഇടതുപക്ഷത്തെ വളരെ നിശിതമായി വിമർശിക്കുന്ന, കഥാപാത്രങ്ങൾ ഇന്ന ആളുകളാണെന്ന് പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ആരാണ് എതിർപ്പ് പറഞ്ഞത്? ആരാണ് സെൻസറിൽ കത്തിവെച്ച് സിനിമ മുഴുവൻ കട്ട് ചെയ്ത് കളയണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയൊക്കെ നിശിതമായി വിമർശിച്ചുകൊണ്ട് കലാസൃഷ്ടികളും സിനിമയും നാടകങ്ങളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ കലാസൃഷ്ടികൾ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ മാത്രം കളിയാക്കിക്കൊണ്ട് ഇറങ്ങിയതായിട്ട് എന്റെ അറിവിലില്ല. അപ്പൊ നമ്മൾ കാണുന്നത് ഈ കലയെ ആ ഒരു രീതിയിൽ കാണുക, കലാസൃഷ്ടികളെ ആ ഒരു രീതിയിൽ കാണുക. സംവിധായകന്റെ മേക്കിംഗ്, അതായത് ഒരു ഡയറക്ടറുടെ കലാസൃഷ്ടി, അവന് ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ട് എങ്കിൽ പോലും നമ്മുടെ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഒക്കെ സെൻസർ ബോർഡ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇവിടെയും ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രതിനിധികൾ സെൻസർ ബോർഡിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ സെൻസറിങ്ങിന് വരുമ്പോൾ നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സെൻസറിങ്ങിന് വരുമ്പോൾ അമിതമായ സീനുകൾ, വയലൻസ് ഉണ്ടാകുന്ന അമിതമായ സീനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ അമിതമായി അസഭ്യം പറയുന്ന സിനിമകൾക്ക് സെൻസറിങ് കൊടുത്തിട്ടുണ്ട്. അതൊരു കലാസൃഷ്ടിയാണ്, അല്ലെങ്കിൽ ആ സൃഷ്ടിയുടെ പൂർണ്ണത അങ്ങനെയുള്ള സംഭവങ്ങൾ ചേർക്കുമ്പോഴാണ് എന്ന് കരുതി സെൻസറിങ് കൊടുക്കുന്നുണ്ട്. അതുപോലെ വളരെ വലിയ ബീഭത്സമായ രംഗങ്ങൾ ഉള്ള സിനിമകളും വരുന്നുണ്ട്. അപ്പൊ സിനിമയ്ക്ക് കഥ ആവശ്യപ്പെടുന്ന ഒരു ഭീകരത ആ സിനിമയ്ക്ക് വേണം, അല്ലെങ്കിൽ ആ സീനുകൾക്ക് വേണം എന്നുണ്ടെങ്കിൽ സെൻസർ ബോർഡ് ചില സമയത്ത് പച്ചക്കൊടി കാണിക്കാറുണ്ട്. പക്ഷെ ഇവിടെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ 100% സെൻസറിങ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ സിനിമയാണ്. ഇപ്പോഴെന്താണ് പ്രശ്നം? ഇന്ന സീന് വെട്ടിക്കളയണമെന്ന് ഭാഗ്യശക്തികൾ, അതായത് പുറത്തു നിന്നുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ ഒരു കലാസൃഷ്ടിയുടെ കടയ്ക്കൽ കത്തിവെക്കുന്ന തരത്തിലാണ് പല കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നത്. സിനിമ ഇറങ്ങുമ്പോൾ പ്രേക്ഷകർ പല വിധമാണ്, പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരും. ചിലർ പറയും സിനിമ അടിപൊളി, സിനിമ ചിലർ കണ്ടിട്ട് പറയും കുഴപ്പമില്ല, കാണാൻ കൊള്ളാം, ഞങ്ങള് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തു, ഞങ്ങളുടെ പൈസ പോയിട്ടില്ല, അതിന് മുതലായി എന്ന് പറയുന്നതുകൊണ്ട്. ചിലർ പറയും ആവറേജ് ആണ്, ചിലർ പറയും ബിലോ ആവറേജ് ആണ്. പക്ഷേ എമ്പുരാൻ എന്ന സിനിമ കണ്ടിട്ട് സിനിമ പാടെ മോശമാണ് എന്ന് പറയുന്ന അഭിപ്രായം ആരും പറഞ്ഞ് ഞാൻ കണ്ടില്ല. പക്ഷേ നമുക്കറിയാം, ഇവിടെ ഫാൻസുകാരുണ്ട്. മോഹൻലാൽ ഫാൻസ് ഉണ്ട്, മമ്മൂട്ടി ഫാൻസ് ഉണ്ട്, പൃഥ്വിരാജ് ഫാൻസ് ഉണ്ട്. ചില ഫാൻസുകാർക്ക് ചില ഫാൻസുകാരെ ഇഷ്ടമല്ല, ചില ഫാൻസുകാർക്ക് ചില നടന്മാരെ ഇഷ്ടമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിൽ ഇഷ്ടമില്ലായ്മ പ്രകടിപ്പിക്കുന്ന ആ ഒരു വാർത്തകളും വാക്കുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ അങ്ങനെ നമ്മൾ ചില ഓൺലൈൻ മീഡിയയിലൂടെ ചില വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊന്നും നമുക്ക് കാര്യമാക്കേണ്ട കാര്യമല്ല. കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു ടീം അല്ലെങ്കിൽ ഒരു സിനിമ അണിയറ പ്രവർത്തകർ ഇറക്കുന്ന ആ സിനിമ
തിയേറ്ററിൽ പോയി കണ്ട് നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ നാട്ടിൽ. അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ നല്ലതിനാവട്ടെ, നല്ല അഭിപ്രായങ്ങൾ വരട്ടെ. നാളുകളിൽ ആ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് പുതിയ സിനിമകൾ തെറ്റില്ലാതെ ഇറങ്ങട്ടെ, തെറ്റുകൾ തിരുത്തി ഇറങ്ങട്ടെ. നേട്ടങ്ങളിൽ അഭിമാനിക്കുകയും കോട്ടങ്ങൾ തിരുത്തി മുന്നേറുവാനും ഈ സിനിമകൾ തയ്യാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഫ്രെയിം ടു ഫ്രെയിം ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വിശേഷവുമായി നമുക്ക് ഇനിയൊരു എപ്പിസോഡിൽ കാണാം. ഞാൻ സാബു സർഗം. ബൈ.